രാവിലെ നിധിയും നികേഷും കൂടെ അമ്പലത്തിൽ പോവാണ്. സുധി അവിടെ ശനപ്രദക്ഷിണം നടത്തുന്നുണ്ട്. സുധി കള്ളം കാണിച്ചിട്ട് ഉറക്കെ അമ്മേ നാരായണ എന്നൊക്കെ വിളിച്ച് ഉരുളാണ്. നിധിയും നികേഷും കാണുന്നുണ്ടോയെന്ന് സുധി ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ അവരിതൊന്നും കാണുന്നില്ല. നിധിയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സുധി ഇതൊക്കെ ചെയ്യുന്നത്. നികേഷ് സുധിയെ കാണുമ്പോൾ നിധിയോട് പറയും, അത് നോക്കിക്കേ. അവർ കണ്ടെന്ന് മനസ്സിലാവുമ്പോൾ സുധി എണീറ്റ് വരും. ശയനപ്രദക്ഷിണമായിരുന്നു, കഴിഞ്ഞു എന്ന് പറയും. നിധി പറയും, അമ്പലം മുഴുവനായിട്ട് ചുറ്റിയില്ലല്ലോ. ശയനപ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ അമ്പലം മുഴുവനായിട്ട് ചുറ്റണം. അവിടെ നിലവിളക്ക് തുടച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ പറയും, അത് ശരിയാ, ദേവിയെ പറ്റിക്കാൻ പാടില്ല മോനെ. നികേഷ് സുധിയെ അമ്പലം മുഴുവൻ ഉരുട്ടുകയാണ്. സുധിക്കാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് എണീറ്റ് പോകാനൊക്കെ തോന്നും. ശയനപ്രദക്ഷിണം കഴിഞ്ഞിട്ട് നികേഷ് സുധിയോട് വയ്ക്കും, എന്തിനായിരുന്നു ഇത്? സുധി പറയും, നിൻ്റെ ഇടത്തേക്ക് വേണ്ടിയിട്ടാ, സർട്ടിഫിക്കറ്റും ജോലിയൊക്കെ ശരിയാൻ വേണ്ടിയിട്ട്. നികേഷ് പറയും, പറ്റിക്കാൻ നോക്കിയതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സുധി പറയും, സത്യമായിട്ടും അല്ല. നിധി പറയും, അമ്പലത്തിൽ നിന്ന് കള്ളസത്യം ഇട്ടായിരുന്നു. സുധി പറയും, കണ്ടോ എൻ്റെ ദേഹമൊക്കെ മുറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് കാലൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. നിധിയൊക്കെ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? സുധി പറയും, അത് ശരി, നിങ്ങളല്ലേ എന്നെ ഉരുട്ടിയത്? നിധി പറയും, ശയനപ്രദക്ഷിണം പാതി വെച്ച് നിർത്താൻ പറ്റുമോ? നികേഷും നിധിയും കൂടി തൊഴാൻ പോവാണ്. നികേഷ് നിധിയോട് പറയും, ശരിക്കും ഇനി ശയനപ്രദക്ഷിണം നേർന്നതാവുമോ? നിധി പിറകോട്ട് നോക്കുമ്പോൾ സുധി വേദന കൊണ്ട് ഇങ്ങനെ കൈയൊക്കെ ഒഴിയാണ്. സുഭാഷ് ജോലി സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോള് വരും. ഹിന്ദിക്കാരൻ പറയും, ഒരു നമ്പറാണ്, എടുക്കണമെന്ന് ചോദിക്കും. സുഭാഷ് അവസാന നമ്പർ ചോദിക്കും. അയാളത് പറഞ്ഞു കൊടുക്കുമ്പോൾ സുഭാഷ് പറയും, ഈ നമ്പർ എനിക്ക് അറിയാലോ. അയാൾ കോൾ എടുക്കുമ്പോഴേക്കും കട്ടായി പോകും. അപ്പം തന്നെ ആ കോൾ ഒന്നുകൂടെ വരും. സുഭാഷ് ചാടി എടുത്ത് നോക്കുമ്പോൾ അത് ജ്യോതിയായിരിക്കും. ജ്യോതി പറയും, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓഫാണ്. സുഭാഷ് പറയും, ഞാൻ ജോലിയിലായിരുന്നു, ഒരു 5:30 വരെ ജോലി ഉണ്ടാവും, പക്ഷേ ഇന്ന് കുറച്ച് വൈകും. ഈ വീടിൻ്റെ പണി വിഷുവിന് മുന്നേ തീർത്തു കൊടുക്കാനുള്ളതാ. പിന്നെ സുഭാഷ് മുഴുവൻ വീടിനെ പറ്റിയും പണിയെ പറ്റിയൊക്കെ സംസാരിക്കുക. ജ്യോതിക്കാണെങ്കിൽ ഇതൊന്നും ഇഷ്ടാവുന്നില്ല. അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ജ്യോതി കോള് കട്ടാക്കി പോവാണ്. നിധിയും നികേഷും കൂടെ തൊഴാൻ നടക്കുമ്പോൾ നിധി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിധി പ്രാർത്ഥന കഴിഞ്ഞ് തിരിയുമ്പോൾ ഇവരെ കാണും. നിധി അവരുടെ അടുത്ത് വന്ന് പറയും, 7 ദിവസം ഇവിടുത്തെ നാഗദൈവത്തിൻ്റെ മുന്നിലെ 7 ദിവസം പ്രാർത്ഥിച്ചാൽ ഏത് നടക്കാത്ത കാര്യവും നടക്കുമെന്നാണ് പറയുന്നത്. ഞാൻ അതും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ, അല്ലാതെ വേറെ എന്ത് ചെയ്യാനാ? സുനന്ദ അതും പറഞ്ഞു പോവാണ്. നിധിക്ക് ഇത് കാണുമ്പം പാവം തോന്നും. നിധി സുധിയോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. ശരിക്കും സുനന്ദയും സുഭാഷേട്ടനും അല്ലേ ഒന്നിക്കേണ്ടത്? അവരെ ഒന്ന് ഒന്നിപ്പിക്കാൻ ശ്രമിച്ചൂടെ? സുധി പറയും, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. എനിക്ക് കല്യാണം ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് മുടക്കിയില്ലേ? സുധി പറയും, അതുപോലെയാണ് ഇത്. സുനന്ദയ്ക്ക് അങ്ങനെ ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല. പിന്നെ നിധി, ഞാൻ തനിക്ക് വേണ്ടിയാണ് കേട്ടോ ഈ ശയനപ്രദക്ഷിണമൊക്കെ ചെയ്തത്. നിധി പറയും, ഓ മരുന്ന് ഞാൻ വാങ്ങിച്ചു തരാം. അതും പറഞ്ഞ് നിധി മുന്നിൽ നടക്കുകയാണ്. സുധി പറയും, പതുക്കെ നടക്കും നിധി. സുധി നികേഷിനോട് പറയും, കണ്ടോ എൻ്റെ ദേഹത്തൊക്കെ നീര് വന്നിട്ടുണ്ട്. സുഭാഷ് ലഞ്ച് ടൈമിൽ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ജ്യോതി ഫോൺ വിളിക്കും. അവർ സംസാരിച്ചു തുടങ്ങുമ്പോൾ സുഭാഷ് പിന്നെയും ഫുഡിലെ ഓരോ വിഭവത്തിനെ പറ്റി പറയാൻ തുടങ്ങും. ജ്യോതിക്കാണെങ്കിൽ ഇതൊന്നും ഇഷ്ടാവില്ല. സുഭാഷ് പറയും, ഫുഡ് കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ലെന്നാ, ഞാൻ പിന്നെ വിളിക്കാം. വീട്ടിൽ എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നികേഷ് പറയും, മതി ഏട്ടത്തി, കറികൾക്കൊന്നും ഒരു രുചിയില്ല. സുഭാഷേട്ടൻ്റെ മനസ്സ് ഇവിടെ ഒന്നും അല്ലാന്നാ തോന്നുന്നത്. നിധി പറയും, രുചിയൊക്കെ ഉണ്ടല്ലോ. നികേഷ് പറയും, ഏട്ടത്തി അങ്ങനെ പറയൂ. ഹരീഷ് പറയും, ഹോട്ടലിലെ ഭക്ഷണത്തേക്കാൾ നല്ലതാ. ആ സമയത്ത് അച്ഛൻ ചിക്കൻ പൊരിച്ചതായിട്ട് വരികയാണ്. നിധിക്ക് കൊടുക്കുമ്പോൾ നിധി പറയും, വേണ്ട. അച്ഛൻ പറയും, മോക്ക് വേണ്ടി വാങ്ങിച്ചതാ. സുധി അതെടുക്കാൻ നോക്കുമ്പോൾ അച്ഛൻ പറയും, ഒറ്റ ഒരുത്തനും കൊടുത്തു പോരുത്, മോള് മാത്രം കഴിച്ചാൽ മതി. സുധി പറയും, അല്ലെങ്കിൽ ആർക്ക് വേണം ഇതൊക്കെ? അച്ഛൻ പോയി കഴിയുമ്പോൾ സുധി അതെടുക്കാൻ നോക്കുമ്പോൾ നികേഷ് പറയും, ഇപ്പോഴല്ലേ ആർക്ക് വേണമെന്നൊക്കെ ചോദിച്ച്. സുധി പറയും, അതിനിപ്പോൾ എന്താ? കുറച്ച് നിധിക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ സുധി എടുക്കുകയാണ് ബാക്കി. അച്ഛനാണെങ്കിൽ പുറത്തു പോയിട്ട് ഒരു പാട്ടൊക്കെ കേട്ടിരിക്കുകയാണ്. നിധി പറയും, വിശ്വസിക്കാൻ വയ്യ, അച്ഛൻ അമ്മയെ കൊന്നൂന്ന്.